ഇബാദത്തുകൾ ഇത്ര പ്രയാസപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിലുള്ള ചിന്ത എന്താ? എനിക്കതിൻ്റെ പ്രതിഫലം ലഭിക്കണം. വെറുതെ ചെയ്യണതാണോ നമ്മളിത്? വല്യമ്മയും വല്യപ്പയും പഠിപ്പിച്ചെന്ന് അതുകൊണ്ട് ചെയ്യണം, അങ്ങനെയല്ല. നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന അവസരങ്ങളിലും നമ്മൾ ഇബാദത്തുകൾ മുഴുകുകയാണ്, നമ്മൾ ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വന്നപ്പോൾ കണ്ട കാഴ്ച എനിക്ക് മനസ്സിന് ഭയങ്കര കൗതുകം തോന്നിയൊരു കാഴ്ചയാണ്. ഞങ്ങളിവിടെ കൊണ്ടുവിട്ട വണ്ടിയുടെ ഡ്രൈവർ, ഒരു ടാക്സി വണ്ടിയായിരുന്നു. ആ വണ്ടിയുടെ ഡ്രൈവർ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു തസ്ബീഹിയുടെ മെഷീനുണ്ട്, തസ്ബീഹ് ചൊല്ലുന്ന ഒരു മെഷീനുണ്ട്. ഞാൻ ആലോചിച്ചത്, ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും കോൺസെൻട്രേഷൻ വേണ്ട ഒരു കാര്യമാണ് അല്ലേ? നിങ്ങളിതിൽ ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ് ഡ്രൈവിംഗ്. ആ ഡ്രൈവിങ്ങിനിടയിൽ പോലും അദ്ദേഹത്തിൻ്റെ ദൈവത്തെ, അള്ളാഹുവിനെ, ഏകനായ ഇലാഹിനെ ഓർക്കുകയും സ്മരിക്കുകയും ദിക്ർ സ്വലാത്തുകൾ ചൊല്ലുകയും തസ്ബീഹും ചൊല്ലുകയും ചെയ്യുന്നുണ്ട് ആ വ്യക്തി. നിങ്ങൾ ഓർത്ത് നോക്കൂ, അത്തരത്തിലുള്ള ആളുകൾ തന്നെയാണ് നിങ്ങളെല്ലാവരും. സദാസമയം നമ്മുടെ കൈകളിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ചുണ്ടുകളിൽ ഇങ്ങനെ വിരിയുന്നുണ്ട് അള്ളാഹുവിൻ്റെ സ്മരണകൾ. പക്ഷേ ഇത്രയേറെ കഷ്ടപ്പെട്ട് നാം ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മളമാവണം. ഭാര്യയും ഭർത്താവും ഒരുമയിലല്ലേ? അവർക്കിടയിൽ ഇണക്കമില്ലേ? അവർക്കിടയിൽ പ്രശ്നങ്ങളാണോ? നിസ്കരിച്ചിട്ട് കാര്യമില്ലല്ലേ? എന്തിനു നിസ്കരിക്കണം? നിസ്കരിക്കണ്ട, നിസ്കാര കുപ്പായി മുസല്ലൊക്കെ കത്തിച്ചളഞ്ഞാളേ, നിസ്കരിക്കണ്ട എന്നാണ് പറയുന്നത്. കാരണം പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല, നമ്മളുടെ ഇബാദത്തുകൾ സ്വീകരിക്കുന്നില്ല. അവിടെ അള്ളാഹു നൽകിയ വാഗ്ദാനത്തെ, ആ സമാധാനവും സംതൃപ്തിയും ആനന്ദവും ഉല്ലാസവും നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ കാരണം നാം പരിശോധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നിങ്ങളുടെ ഇണ കോപിക്കുകയാണ് എങ്കിൽ, നിങ്ങളുടെ ഇണ കോപിക്കുകയും അരുതാത്ത വാക്കുകൾ പറയുകയും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ അതിനെ ഗൗരവത്തിലെടുക്കരുത്, നിങ്ങൾ അതിനെ ഗൗരവത്തിലെടുക്കരുത്. ആ സന്ദർഭത്തിൽ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് പോലും അറിയാത്ത ലഹരിക്കടിമപ്പെട്ട ആളുകളുടെ അവസ്ഥയാണ് അയാൾക്കുള്ളത്. അല്ലാഹു റസൂൽ പറയാ, എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാത്ത രൂപത്തിൽ ലഹരിക്ക് അടിമപ്പെട്ട, ലഹരി ബാധിതനായ ആളെ പോലെയാണ് അയാൾ ആ നിമിഷത്തിലുള്ളത്. അതുകൊണ്ട് ആ കുപിതനായ ഇണയോട്, കുപിതനായ വ്യക്തിയോട്, ആണാവാം പെണ്ണാവാം, ഇണ എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്, ആ കുപിതനായ വ്യക്തിയോട് നിങ്ങളും അക്ഷമനായിക്കൊണ്ട് അതേ രൂപത്തിൽ പെരുമാറരുത്, അതേ രൂപത്തിൽ നിങ്ങളും ദേഷ്യപ്പെടരുത്, നിങ്ങളും കോപിക്കരുത്. നിങ്ങൾ കോപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭ്രാന്തനായ ഒരാളോട് പ്രതികാരം ചെയ്യുന്ന പോലെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കി, ഈ ഒരു സാധനം മാത്രം മതിയില്ലേ നമ്മളെ മുമ്പിൽ? ഈ ഒരു വാക്കുണ്ടല്ലോ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ച ഈ മനോഹരമായ ഈ ഒരു വാക്ക്, ആ ഒരൊറ്റ വാക്ക് മതിന്നയാളെ ഒരു ചാർട്ട് പേപ്പറിൽ എഴുതി ഒട്ടിച്ചു വെക്ക പൊരയില്. കാരണം എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്താ? അക്ഷമയാണ്, ക്ഷമയില്ലാത്ത അവസ്ഥയാണ്, കോപമാണ്, ദേഷ്യമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കി, ഈ അടുത്ത് നമ്മളെ വീട്ടിലുണ്ടായ ഒരു പ്രശ്നം എടുത്തൊന്ന് ഇങ്ങനെ പരിശോധിച്ചു നോക്കുക. കാരണം എന്താ? ഒരാൾ ക്ഷമയില്ലാതായിട്ടുണ്ടാവും, ഒരാൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും, ഒരാൾ കോപിച്ചിട്ടുണ്ടാവും. അതല്ലേ നമ്മളിടയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണം? ഇവിടെ പറഞ്ഞത് ഒന്നും കൂടെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം, ഒന്നും കൂടെ നമുക്കൊന്ന് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് നോക്കാം. നിങ്ങളുടെ ഇണ കോപിക്കുകയാണ് എങ്കിൽ, ഞങ്ങളെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, വെട്ടാൻ വരുന്ന പോത്തിൻ്റെ മുമ്പിൽ, അത് കാസർഗോഡില്ല, ഇവിടുത്തെ പോത്തുകളൊന്നും വെട്ടാൻ വരലില്ലേ, എന്നാ കുത്താൻ വരിക, ആയിക്കോട്ടെ, കുത്താൻ വരുന്ന പോത്തിൻ്റെ മുമ്പിൽ വേദാന്തം ഓതിയിട്ട് കാര്യമില്ലണ്ണയാളെ. പോത്ത് കൊമ്പും കൊണ്ട് കുത്താൻ വരുമ്പോ പോത്തേ നീ അടങ്ങി നിൽക്ക്, കുത്തല്ലേ എന്ന് പറയുവോ? അപ്പോഴത്തേന് കുത്തല് കഴിഞ്ഞിട്ടുണ്ടാവൂലേ. കാരണം എന്താ? അത് കുത്താൻ വേണ്ടി വരികയാണ്, അതിന് മതം പൊട്ടി അത് വരികയാണ്. മെഡിക്കൽ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്രെയിനിൽ ന്യൂറോ ടോക്സിൻസ് ഉണ്ടാവുകയാണ്. അതിൻ്റെ നെർവ്സിൻ്റെ കണ്ടക്ടിവിറ്റി കൂടി ന്യൂറോൺസ് നാച്ചുറൽ അല്ലാത്ത രൂപത്തിൽ നെർവ്സിലൂടെ പ്രവർത്തിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തന ഫലമായി കൊണ്ടാണ് ആ പ്രവൃത്തി ആ പോത്ത് ചെയ്യണത് എന്നുണ്ടെങ്കിൽ
മനുഷ്യന്മാരും ചിലരങ്ങനെയാണ് കോപിക്കുന്ന സമയത്ത്. കോപമുണ്ടാവുമ്പോ, നിങ്ങളുടെ ഇണ കോപിക്കുന്ന സമയത്ത് അല്ലേ, ആണിനോ പെണ്ണിനോ, പെണ്ണുങ്ങളാണ് മുമ്പിൽ ഇരിക്കണമെന്ന് വെച്ചിട്ട് ആണുങ്ങളെയാണ് നമ്മൾ ചിന്തിക്കുക. ആണുങ്ങളോടും പെണ്ണുങ്ങളോടും കൂടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, കോപം എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്കോ ആണുങ്ങൾക്കോ കൂടുതൽ. സാധാരണോചിതമായിട്ട് ചോദിക്കാട്ടാ, ചോദിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ചോദിച്ചു പോവാണ്. നമ്മൾ പെണ്ണുങ്ങൾക്കോ ആണുങ്ങൾക്കോ ദേഷ്യം കൂടുതൽ? പറച്ചിലൊക്കെ ആണുങ്ങൾക്ക് എന്നാണ്, പക്ഷെ എൻ്റെ പോരയിൽ അങ്ങനെയല്ല അല്ലേ? അങ്ങനെയാ? പറച്ചിലൊക്കെ ആണുങ്ങൾക്കാ കൂടുതൽ എന്നാണെങ്കിൽ എൻ്റെ പോരയിൽ ദേഷ്യം വരില്ല, ആദ്യം എനിക്കാ അല്ലേ? ദേഷ്യം വരും. ദേഷ്യം എന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു സ്വഭാവമാണ്. അല്ലാഹുവിൻ്റെ ഹബീബ് വെറുത്തിരുന്ന ഒരു സ്വഭാവമാണ് ദേഷ്യപ്പെടുക എന്ന് പറയുന്നത്. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യം വന്നിട്ടില്ലേ? ദേഷ്യം വന്നിട്ടുണ്ട്. സഹാബിമാര് പറയുന്നുണ്ട്, ഹബീബിന്റെ മുഖം ദേഷ്യം പിടിക്കുമ്പോൾ ചുവന്ന് വരുമായിരുന്നു എന്ന്. അത്രയും സൗന്ദര്യമുള്ള മുഖം ദേഷ്യം കാരണം ചുമന്ന് വരുമായിരുന്നു. പക്ഷേ നിമിഷങ്ങൾ കൊണ്ട് ആ ചുവപ്പ് ഇല്ലാതെയാവുമായിരുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് ആ ചുവപ്പ് ഇല്ലാതെയാവും. മാത്രവുമല്ല, എവിടെയും പറഞ്ഞിട്ടില്ല കോപം പ്രകടിപ്പിച്ചതായിട്ട്. അതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ദേഷ്യം വരും. മനുഷ്യനാണ്. ഇഷ്ടമുണ്ടോ സ്നേഹമുണ്ടോ അവിടെ കോപവുമുണ്ട്. വിചാരങ്ങളുള്ള പച്ചയായ മനുഷ്യരാണ് നമ്മള്. ദേഷ്യം വന്നേക്കാം, പക്ഷേ ആ ദേഷ്യം നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് പ്രകടമാവാത്ത രൂപത്തിൽ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കണം. ദേഷ്യം വരുമ്പോൾ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഉണ്ടാവും ബോഡിയിൽ. ധാരാന്ന് വിചാരിക്കണ്ട, കിഡ്നിൻ്റെ പുറത്ത് ഉണ്ടാക്കുന്ന 2 ഹോർമോൺസ് ആണ് കേട്ടാ. ഈ ഹോർമോൺസ് രണ്ടും അതിൻ്റെ പ്രവർത്തനത്തിലും കൂടുതൽ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ കിഡ്നിക്ക് കേടാണ്, ശ്വാസകോശത്തിനും ഹൃദയത്തിനും കേടാണ്. ഹൃദയത്തിൻ്റെ ധമനികൾക്കെല്ലാം കേടുപാടുകൾ സംഭവിക്കും. ശരീരത്തിനുള്ളിലുള്ള കുഞ്ഞു കുഞ്ഞു ബ്ലഡ് വെസൽസ്, രക്തക്കുഴലുകൾ പൊട്ടാൻ തുടങ്ങും. അതിനെ നമ്മൾ മലയാളികളും ഇംഗ്ലീഷുകാരും വിളിക്കുന്ന പേരാണ് പ്രഷർ കൂടുക എന്ന്, അല്ലേ? അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ ലോക്ക് പ്രഷർ കൂടിയിട്ട് അപ്പം ഉണ്ടാൻ പോണ്ടെന്നൊക്കെ പറയും. എന്തിട്ടാ ഈ പ്രഷർ കൂടുക എന്ന് പറഞ്ഞാല്? രക്തക്കുഴലിൻ്റെ ഉള്ളിൽ കൂടെ പോണ രക്തത്തിൻ്റെ ചംക്രമണത്തിൻ്റെ അളവ് കൂടുകയാണ്. രക്തത്തിൽ ഓക്സിജന്റെ അളവ് കൂടുകയാണ്. ഈ സമയത്ത് രക്തധമനികൾ പൊട്ടുന്നുണ്ട്. ചിലപ്പോൾ ഒരു പൊട്ടലങ്ങോട്ട് പൊട്ടും. ഈ പ്രഷർ കൂടി 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 കുഞ്ഞു കുഴലുകൾക്ക് പകരം വലിയ കുഴലുകൾ അങ്ങോട്ട് പൊട്ടും. അതിനെയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയാം. ചിലപ്പോൾ അതിനെ നമ്മൾ സ്ട്രോക്ക് എന്നൊക്കെ പറയും അല്ലേ? സ്ട്രോക്ക് വന്നൊരു ഭാഗം മുഴുവൻ കുഴഞ്ഞു കിടക്കുകയാണ് എന്നൊക്കെ പറയും. അപ്പോ നമ്മളിൽ ഉണ്ടാവുന്ന ചില വിചാരങ്ങൾ കാരണം, അതാണ് നേരത്തെ പറഞ്ഞത്, 60% സ്ത്രീകളുടെയും രോഗ കാരണം അവരുടെ മനസ്സിന്റെ ദുഃഖമാണ്, അവരുടെ മനസ്സിന്റെ ടെൻഷനാണ്. എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? എന്ത് പഠിച്ചു കഴിഞ്ഞ് പുസ്തകം മടക്കി വെക്കാത്തതിന് പോലും നമുക്ക് ദേഷ്യം. ആര്? മക്കള് അല്ലേ? ക്ലിനിക്കിൽ വരുന്ന ഓരോ കേസാ. ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഓരോ 8 മിനിറ്റിലും ഓരോ കുട്ടികൾ, നമ്മളെ ഇന്ത്യയിലെ കണക്കാണ് കേട്ടാ, ഓരോ 8 മിനിറ്റിലും ഓരോ കുട്ടികൾ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. എന്തിൻ്റെ പേരില? സ്വസ്ഥതയും സമാധാനം കൊടുക്കയിട്ട്. ഓള് കുളിക്കൂല, ഓള് നഖം മുറിക്കൂല, ഓള് പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ എടുത്തു വെക്കൂല, ഓള് ബാഗ് അതിൻ്റെ സ്ഥലത്ത് എടുത്തു വെക്കൂല, ഓള് അടിച്ചു വരൂല, ഓള് തുടക്കൂല, ഓള് പാത്രം കഴുകൂല. ഇങ്ങനെ അതെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ വീടുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ തികച്ചും യാദൃശികം മാത്രമാണ് കേട്ടാ. എനിക്ക് ഇവിടുന്ന് പോണം. 3 കുട്ടികളും സ്വന്തമായിട്ടൊരു ഭർത്താവും ഉമ്മയും വാപ്പയൊക്കെ ഉണ്ട്. അപ്പോൾ ഓരൊക്കെ നമ്മളെ കാത്തിരിക്കല്ലേ? യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പോരത്തെ കാര്യമല്ലേ എന്നൊക്കെ തോന്നിയേക്കാം. പലതും എനിക്കും തോന്നലുണ്ട്. ചില അനുഭവങ്ങൾ മുന്നിൽ വരുമ്പോഴേ എൻ്റെ പുരയിലും അങ്ങനെ തന്നെയല്ലേ എന്ന് തോന്നലുണ്ട്. കുട്ടികളെ ഭയങ്കര വികൃതിയാ ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞു വരും. ഞാൻ ആലോചിക്കും, തമ്പുരാനെ, രാവിലെ ഞാൻ 3 ഒതുക്കി വരില്ലേ? എൻ്റെ കുട്ടികളെ ചില ബെഡൊക്കെ മറിച്ചിട്ടിട്ടുണ്ടാവും. ഒരുത്തനെ ബെഡിൻ്റെ ഉള്ളിൽ കയറ്റി ചുരുട്ടി കൂട്ടി മറ്റേ റൂമിൽ കൊണ്ടുപോയിട്ടുണ്ടാവും. ചെറുതിനെ കാണാനില്ലാണ്ടാവുമ്പോഴേ തെരഞ്ഞുമൊക്കെ എവിടെ തെരഞ്ഞാലും കാണൂല. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഡബ് ചെയ്ത് വെക്കണ കൊട്ടയുണ്ടല്ലോ, ബോക്സ്, അതിൻ്റെ ഉള്ളിലിട്ടിട്ട് മുകളിൽ ഡ്രസ്സൊക്കെ ഇട്ട് തിരികെ വെച്ചിട്ടുണ്ടാവും.
ഇത്തരം വികൃതി ഒന്നും ഇപ്പം നിങ്ങളെ കുട്ടികൾ കാണിക്കണില്ലല്ലോ. അപ്പം ഞാൻ കുട്ടികൾ വികൃതി കാട്ടാന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുതേ. മക്കളാകുമ്പോൾ വികൃതി കാണിക്കും. കുട്ടികൾ, അതുകൊണ്ടല്ല അവരെ കുട്ടികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുതിർന്നവരെന്ന് പറഞ്ഞാൽ പോരെ. ഇല്ലേ, അവരിങ്ങനെ പക്വത കാണിച്ച് നീറ്റാക്കി സാധനങ്ങളൊക്കെ എടുത്തോടിച്ച് വെച്ച് ഇല്ലേ, വളരെ ക്ലീനായി നീറ്റായി നടക്കുന്ന കുട്ടികൾ. ദർ ഇസ് ആൻ അബ്നോർമാലിറ്റി. അവിടെ ഒരു അബ്നോർമാലിറ്റി ഉണ്ട്. ചില കുട്ടികൾ സാധനങ്ങളൊന്നും കേടുവരുത്തൂല. എൻ്റെ കുട്ടി ഭയങ്കര ഡീസൻ്റാ, ഓന് കൊണ്ടേ സാധനങ്ങൾ അതേപോലെ സൂക്ഷിച്ചു വെക്കും എന്നൊക്കെ പറയും. ആ കുട്ടി വലുതാവുമ്പോൾ ആയിത്തീരുന്നൊരവസ്ഥയുണ്ട്, ഭയങ്കര സ്വാർത്ഥനായിരിക്കും. ആ കുട്ടി സ്വാർത്ഥത നിറഞ്ഞ സ്വഭാവത്തിനുടമയായിരിക്കും. പക്ഷെ സാധനങ്ങളൊക്കെ റിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ, എൻ്റെ കുട്ടികളെ പോലെ. എന്ത് കിട്ടിയാലും പിന്നെ 2 ദിവസം ഉണ്ടാവുള്ളൂ. അതൊക്കെ തുറന്ന് അതിൻ്റെ ഉള്ളത്തെ മെഷീനൊക്കെ എടുത്ത് വേറെ വല്ല മെഷീനൊക്കെ ആയിട്ടുണ്ടാവും അത്. അപ്പം അങ്ങനത്തെ സ്വഭാവമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. ഓര് കുറച്ചും കൂടെ ലിബറലായിരിക്കും. ഓൽക്ക് ഓല സാധനങ്ങൾ ആരെടുത്താലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കാരണം ഓൽക്ക് തന്നെ അത് വേണ്ട ഇല്ലേ. അപ്പോൾ മക്കള് വികൃതി കാണിക്കുക എന്ന് പറയാം. പക്ഷെ ഹൈപ്പർ ആക്ടിവിറ്റി ആണോ നമ്മൾ നോക്കണം. അവിടെയും രോഗങ്ങളുണ്ട് കേട്ടാ. ADHD, ഓട്ടിസം പോലെയുള്ള അസുഖങ്ങളുണ്ട്. മക്കള് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, അടങ്ങി നിൽക്കാതെ പോലെ. ഇപ്പം ഇവിടെ വെച്ചാൽ കുറച്ച് ചെയ്യണ്ടാവും അതിൻ്റെ മുകളിൽ ഇല്ലേ, അവിടെ കണ്ട ആൾ കുറച്ച് ചെയ്യണ്ടാവും. പള്ളിയിൽ എഫിഷ്യൻസിയും കൂടെ ഉണ്ടാവും. ക്ലാസ്സിലുള്ളതൊന്നും ശ്രദ്ധിക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ പഠിത്തത്തിൽ വളരെ ബാക്ക്വേർഡാണ്. അങ്ങനെയുള്ള സ്വഭാവം ഉണ്ടാകുമ്പോൾ നമ്മൾ ചികിത്സിക്കണം. അതിന് ചികിത്സയാണ് കൊടുക്കേണ്ടത്. അതുപോലെ ഓട്ടിസം പോലെയുള്ള കുറേ ഓട്ടിസ്റ്റിക് സ്പെക്ട്രം പോലെയുള്ള കുറേ അസുഖങ്ങളുണ്ട്. അതിനൊക്കെ ചികിത്സിക്കേണ്ടതുണ്ട്. അല്ലാതെ ഒരു മിനിമം കുട്ടി കാണിക്കുന്ന കൗതുകങ്ങളെ അതിന് വികൃതിയായി കാണാതെ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ കുസൃതിയായി കാണാതെ അതിനൊക്കെ ചികിത്സിക്കാൻ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരിക്കലും ഒരു ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ പരാതി, ആ ഉമ്മ പറയാണ്, ഡോക്ടറെ, ഒരു വലിയൊരു സദസ്സാ, കുറേ ഉമ്മമാരുണ്ട്. ഉമ്മമാർ പാരൻസ് മീറ്റിങ്ങിലാണ്. പാരൻസ് മീറ്റിങ്ങിൽ ഉമ്മാരൊക്കെ എണീറ്റ് നിന്നിട്ട് പരാതി വരെ, കുട്ടി ചുമരുമ ചിത്രം വരക്കും, അതുപോലെ ബെഡിൽ കുത്തിമറിയും, ബെഡ്ഷീറ്റ് ചീത്തയാക്കും, അലക്കിയിട്ടതൊക്കെ എടുത്ത് താഴേക്കിടും. ഇങ്ങനെ പരാതികളാണ് മക്കളെ കുറിച്ച്. പാല് കൊടുത്താൽ മുഴുവൻ കുടിക്കൂല, ബാക്കിയാക്കും, ഫുഡ് കഴിക്കണില്ല, പലതരത്തിലുള്ള പരാതികളും. എൻ്റെ ഇടയിൽ ഒരു ഉമ്മ എഴുന്നേറ്റ് നിന്നിട്ട് മൈക്ക് വാങ്ങിച്ചിട്ട് പറയാം, നിങ്ങളുടെയൊക്കെ കുട്ടികൾ ബെഡിൽ കുത്തിമറിയും, ബെഡ്ഷീറ്റ് ചീത്തയാക്കുന്നുണ്ട് ഇല്ലേ, ചുമരിൽ എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ ഒച്ചയും വിളിയും നായാട്ടും ഉണ്ടാക്കി ആർപ്പും വിളിയും കൂട്ടി നടക്കുന്നുണ്ട്, കരയുന്നുണ്ട്, വാശി കാണിക്കുന്നുണ്ട്. എനിക്കൊരു കുട്ടിയുണ്ട്. എൻ്റെ കുട്ടിക്ക് 24 വയസ്സായി. ചുമരിൽ എഴുതാൻ പോയിട്ട് പേന പിടിക്കാൻ പോലും എൻ്റെ കുട്ടിക്ക് കഴിയൂല. ബെഡിൽ കുത്തിമറിയാൻ പോയിട്ട് ബെഡിൽ നേരാവണ്ണം കിടക്കാൻ പോലും അവന് സാധിക്കുകയില്ല. എൻ്റെ കുട്ടി സെറിബ്രൽ പാൽസി വന്ന് ശരീരം മുഴുവൻ തളർന്നു കിടക്കുന്ന ഒരു മോനാണ്. അവന് ഭക്ഷണം ഞാൻ കൊടുക്കണം, വിശക്കുന്നത് അറിയിച്ചു തരാൻ പോലും അവന് കഴിയില്ല. എൻ്റെ കുട്ടിക്ക് വിശക്കുന്നുണ്ടെന്ന് ഞാനാണ് മനസ്സിലാക്കുന്നത്. എൻ്റെ കുട്ടിക്ക് വിശക്കുന്ന സമയം ഞാനാണ് മനസ്സിലാക്കുന്നത്. അവനത് പ്രകടിപ്പിക്കാനുള്ള ശേഷി പോലും എൻ്റെ കുട്ടിക്കില്ല. ഒരു ശബ്ദം പുറപ്പെടുവിപ്പിക്കാനുള്ള ശേഷി പോലും എൻ്റെ കുഞ്ഞിന് പടച്ചോൻ തന്നിട്ടില്ല. ആ സ്ത്രീ അത് പറഞ്ഞതോടുകൂടിയിട്ട് ആ സദസ്സ് സൈലൻ്റ് ആവാണ്. എല്ലാവരും പറയാം, അൽഹംദുലില്ലാ, പടച്ചോനെ ആരോഗ്യമുള്ള കുട്ടി എനിക്ക് തന്നല്ലോ, എൻ്റെ കുഞ്ഞിന് ആരോഗ്യവാനായിക്കൊണ്ട് തമ്പുരാൻ എനിക്കൊരു മോനെ തന്നല്ലോ, എൻ്റെ കുട്ടിക്ക് രോഗങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് നീ നൽകിയല്ലോ. ഇനി സ്വാലിഹായ ഒരു മകനായിക്കൊണ്ട്, ധാർമ്മികത നിറഞ്ഞൊരു മകനായിക്കൊണ്ട് വളർത്തുക എന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് പരാതികൾ പറയുമ്പോൾ നമ്മൾ ഓർക്കുക, താഴേക്ക് നോക്കുക. എൻ്റെ അത്രയും സുഖ സൗകര്യങ്ങളില്ലാത്ത, എൻ്റെ അത്രയും അനുഗ്രഹിക്കപ്പെടാത്ത, പരീക്ഷണങ്ങൾക്ക് മുകളിൽ പരീക്ഷണങ്ങൾ നൽകിയ എത്ര ആളുകളുണ്ട് ഭൂമിയിൽ. അവരിപ്പോഴും അൽഹംദുലില്ലാ പറയുന്നില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ബോംബ് വീഴുമ്പോഴും പ്രസവിച്ച് കയ്യിലേന്തി നടക്കുന്ന പിഞ്ചോമന മക്കളുടെ കയ്യും കാലും ഇങ്ങനെ ചിതറിത്തെറിക്കുന്നത് കാണുമ്പോഴും ഉമ്മമാര് പറയുന്നത് അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്നാണ്. നമ്മളെ പോലെയുള്ള സ്ത്രീകളാ, നമ്മളെപ്പോലെ യാതനകൾ അനുഭവിച്ച് കഷ്ടപ്പെട്ട് ഗർഭം ചുമന്ന് പ്രയാസങ്ങൾക്കുമേൽ പ്രയാസം സഹിച്ചുകൊണ്ട് മക്കളെ വയറ്റിൽ കൊണ്ട് നടന്ന് നൊന്ത് പ്രസവിച്ച് പാലൂട്ടുന്ന ഉമ്മമാർ തന്നെയാണ് അവരും. എന്തേ അവർ നെഞ്ചും തല്ലി കരയാത്തത്? എന്തുകൊണ്ടാണ് അവർ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ പറയുന്നത്? അവരനുഭവിക്കുന്ന യാതനയ്ക്ക്, അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക്, പരീക്ഷണങ്ങൾക്ക് മറ്റൊരു ദിവസം കാത്തിരിക്കുന്നുണ്ട്.
ആ ദിവസത്തിൽ തക്കതായ പ്രതിഫലം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അവരുൾപ്പെടുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. ആ ക്ഷമയാണ്, ആ സഹനമാണ് നമ്മളിലേക്കും വരേണ്ടത്. ഏത് രൂപത്തിലുമുള്ള അവസ്ഥകളും വീട്ടിലുണ്ടായാലും അതിനെ തരണം ചെയ്യുവാനുള്ള ശേഷിയും. ഇണകളാണ്, നാം ഇണകളിൽ നിന്നാണല്ലേ പോയത്. ആ ഇണകളാണ്, വ്യത്യസ്തരാണെന്ന് നമുക്കറിയാം. ഒരുപോലെയല്ല, രണ്ടുപേരും രണ്ട് സ്വഭാവക്കാരാണ്, രണ്ടുപേരും രണ്ട് ഇഷ്ടാനിഷ്ടങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആണും പെണ്ണും ഒരുപോലെയല്ല അല്ലേ, ഓരോ സ്വഭാവവും വ്യത്യസ്തങ്ങളാ. ദേഷ്യം ആർക്കാ ഏറ്റവും കൂടുതൽ വരാറ്? ആർക്കാ ദേഷ്യം വരിക? ആണിനാണ് അല്ലേ? അല്ലേ, ആണിനൊരു പ്രത്യേകത ഉണ്ട്. സങ്കടം വന്നാലും ദേഷ്യം വന്നാലും എന്താ പ്രകടിപ്പിക്കേണ്ട ആളെ? ഞങ്ങൾക്കൊന്നും ആണുങ്ങളെ കണ്ടിട്ടില്ലേ? കാസർഗോട്ടുകാരൊന്നും ആണുങ്ങളെ കണ്ടിട്ടില്ല. ആണുങ്ങള് സങ്കടം വന്നാലും ദേഷ്യം വന്നാലും പ്രകടിപ്പിക്കുക ദേഷ്യമാണ്. നമ്മൾ പെണ്ണുങ്ങളോ സങ്കടം വന്നാലും ദേഷ്യം വന്നാലും എന്താ പ്രകടിപ്പിക്കുക? സങ്കടമാണ് അല്ലേ? നമുക്ക് ആദ്യം സങ്കടം വരും. അപ്പോ എന്താ ചെയ്യണേന്ന് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. സാധനം നശിപ്പിക്കുക, ചീത്ത വിളിക്കുക, തെറി പറയുക, ഇത് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം, പിന്നെ കരച്ചില്ല. അപ്പം ഞാൻ ചോദിച്ചു കുട്ടീൻ്റെ അടുത്ത്, മോളെ ദേഷ്യം കുറച്ച് കൂടുതലല്ലേ? അപ്പോൾ പറയാ അത് ദേഷ്യമല്ല ഡോക്ടർ, അത് സങ്കടമാണ്. അത് ദേഷ്യമല്ല, സങ്കടമാണ് എന്ന്. സങ്കടം വന്നിട്ടാണ് എനിക്ക് ദേഷ്യം വരുന്നത്, അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതിനെ നിയന്ത്രിക്കുന്നവനാണ് മൽപിടിത്തത്തില്, ശക്തി മത്സരത്തിൽ ശക്തവാനായ ഒരാളെ നാം തല്ലി തോൽപ്പിക്കുന്നതിനേക്കാളും ശക്തിയുള്ളവൻ. കോപം വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്നവനാണ് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തുമ്പോൾ നാം ചിന്തിക്കേണ്ടതുണ്ട്. എൻ്റെ ഇണയും ഞാനും തമ്മിൽ ഞങ്ങളിൽ ആരാണ് ഏറ്റവും കോപിക്കാറുള്ളത്? ഞങ്ങളിൽ ആരാണ് ഏറ്റവും ദേഷ്യമുള്ള ആള്? നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ അല്ലെങ്കിൽ ഏറ്റവും ഉത്തമ ആരാണെന്ന് ഒരിക്കലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കുക. റസൂല് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. പിണക്കങ്ങൾക്കൊടുവില് ആരാണോ ആദ്യം ഇണങ്ങുന്നത്? നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമായൊരു ഉത്തരാണല്ലേ അത്. എത്ര സൈക്കോളജിക്കലിയാണ് ഹബീബിന്റെ മറുപടികൾ. ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. പിണക്കങ്ങൾക്കൊടുവിൽ ആരാണോ ആദ്യം ഇണങ്ങുന്നത്, ദാറ്റ് മീൻസ് അതിന്റെ അർത്ഥം എന്താ? മനുഷ്യന്മാരാണ്, ഇണകളാണ്, പിണക്കങ്ങൾ ഉണ്ടാവും. സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, പിണക്കങ്ങൾ ഉണ്ടാവും. പക്ഷേ ആ പിണക്കങ്ങൾക്കൊടുവിൽ ആരാണോ ആദ്യം മിണ്ടുന്നത് അയാളാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. നമ്മളെ പൊരേക്കൊന്ന് വന്ന് നോക്കല്ലേ, പിണങ്ങലൊക്കെ ഉണ്ട്, പക്ഷെ ഇണങ്ങൽ എപ്പോഴാ? ഒരു മാസം കഴിഞ്ഞിട്ടാ? ഒരു കൊല്ലോ? അത്ഭുതപ്പെടേണ്ട, ക്ലിനിക്കിൽ വരാറുണ്ട് 3 മാസമായി ഞാനും മൂപ്പരും മിണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ആളുകള്, അല്ലെങ്കിൽ 3 ആഴ്ചയായി ഞങ്ങൾ തമ്മിൽ മിണ്ടിയിട്ട്, അല്ലെങ്കിൽ 1 കൊല്ലായി ഞങ്ങൾ തമ്മിൽ മിണ്ടിയിട്ട്. ഒരു പൊരയിൽ ജീവിക്കുക, ഒരു പൊരയിൽ ജീവിക്കാതെ മസ്കനാണോ ഉണ്ണയാളെ? അത് മസ്കനാണോ? അള്ളാഹു പേരിട്ട് വിളിച്ച ആ പേരിനെ പോലും അപമാനിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്? അള്ളാഹു വിളിച്ച ആ പേരിനെ നമ്മൾ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. എന്തിന്റെ പേരിലാ? വസ്ത്രത്തോട് ഉപമിക്കപ്പെട്ട 2 പേരോ, പരസ്പരം വേർപിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ വിളക്കി ചേർക്കപ്പെട്ട 2 പേരോ മിണ്ടാതെ ഇരിക്കുന്നത്? നോക്കൂ, ഇത്രയേറെ ഇണക്കമുള്ള മറ്റൊരു ബന്ധം വേറെ ഏതാണുള്ളത്? തളർന്നു കിടക്കുമ്പോ, വയ്യാതെ നമ്മുടെ കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ കിടക്കുന്ന സമയത്ത് യാതൊരു വെറുപ്പും മറപ്പും കൂടാതെ ബാത്റൂമിൽ കൊണ്ടുപോയി നമ്മെ വൃത്തിയാക്കുക എന്ന കർമ്മം ഒരു അറപ്പും വെറുപ്പും കൂടാതെ ചെയ്യുന്നത് നമ്മുടെ ഇണകളാണ്. അല്ലെ, ഇണകൾക്ക് പരസ്പരം അറപ്പും വെറുപ്പും ഉണ്ടാവില്ല. എപ്പോഴാണ് ആ സ്നേഹം വരുന്നത്? എപ്പോഴാണ് ആ കാരുണ്യം? ആ മവദ്ദത്ത് എന്ന വാക്കാണ് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. മവദ്ദത്ത്, പ്രേമം, ലവ്. അത് ഉണ്ടാവുമ്പോഴാണ് അത് മസ്കനായി മാറുന്നുള്ളൂ. ആദ്യത്തെ പടി കഴിഞ്ഞാണ് 2ഉം 3ഉം 4ഉം ഒക്കെ എത്തുള്ളൂ പൊരേക്ക് കയറണമെങ്കിൽ. ഈ ആദ്യത്തെ പടി എത്രയേറെ ദൃഢമാണോ അത്രയേറെ ദൃഢമായിരിക്കും പിന്നീട് അങ്ങോട്ടേക്കുള്ള പടികള്. അവിടെ കോപിക്കുന്ന സമയത്ത് കോപം വരും. ഒരു പക്ഷേ കോപിച്ച് വാക്കുകൾ, അരുതാത്ത വാക്കുകൾ പറയുന്ന സമയത്ത് നീ അതിനെ ഗൗരവത്തിൽ എടുക്കരുത് എന്ന് പറഞ്ഞത് ഏറ്റവും പ്രിയപ്പെട്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒന്ന് ഓർത്തു നോക്കാണി,
ദേഷ്യപ്പെടും. ഇജടെ മുണ്ടാണ്ട് ഇന്നലാന്നാ പറയണത് ഇല്ലേ? പെരുവരലുമെന്ന് ഇങ്ങനെ കേറൂലേ ദേഷ്യം? ആർക്ക്? നമുക്കും കേറും. കാരണം എന്താ? അതേപോലെയുള്ളൊരു സൃഷ്ടിയാണ് നമ്മളും. പെരുവിരലിൽ നിന്നും, അല്ലെങ്കിൽ ചിലവരൊക്കെ പറയും ഞങ്ങളെ മലപ്പുറത്തൊക്കെ പെരുവിരൽ എന്നാ കയറുക, കാസർഗോഡ് മൂർത്താവുന്ന ആണോ? ചിലർ അങ്ങനെയും ഡോക്ടറെ മൂർത്താവുന്ന ഇങ്ങോട്ട് ഇറങ്ങി വരും ദേഷ്യം എന്നൊക്കെ പറയും ചിലവര്. അപ്പോൾ ഇത് മൂർത്താവുന്നാണോ പെരുവിരൽ നിന്നാണോ എവിടുന്നാ വരുന്നൊരു അള്ളാഹു അഴലം അല്ലേ? തമ്പുരാൻ എന്നെ അറിയുള്ളൂ ഇത് എവിടുന്നാ വരുന്നത് എന്നുള്ളത്. എവിടുന്ന് വന്നാലും വേണ്ടില്ല, വരുന്നോടത്ത് അവിടെ നിന്നോട്ടെ, വരുന്നോടത്ത് അവിടെ നിന്നോട്ടെ. അത് പ്രകടിപ്പിക്കരുത്, നീ അതിനെ ഗൗനിക്കരുത്. രണ്ട് കൈയും കൊട്ടുമ്പോഴേ ശബ്ദം ഉണ്ടാവുള്ളൂ. നമ്മളൊക്കെ ഉമ്മാര് പറഞ്ഞു തരലുണ്ട് അല്ലേ? എൻ്റെ ഉമ്മ എപ്പോഴും എനിക്ക് പറഞ്ഞു തരലുണ്ടായിനി. എൻ്റെ കാക്ക എന്നെ കാട്ടുപോയി വികൃതി കാണിക്കും. അപ്പോഴൊക്കെ ഉമ്മ, നമ്മള് പെൺകുട്ടികൾ അങ്ങനെയാണല്ലോ, വേഗം ഉമ്മച്ചേന്നും പറഞ്ഞ് പാടി ഉമ്മാൻ്റെ അടുത്തേക്ക് ചെല്ലും. അപ്പം ഉമ്മ പറയും ഉമ്മാൻ്റെ കുട്ടി മുണ്ടാണ്ടെന്നല്ല, രണ്ട് കൈയും കൊട്ടുമ്പോഴല്ലേ ഒച്ച ഉണ്ടാവുള്ളൂ എന്ന്. ചെറുപ്പം മുതലേ അത് ശീലിച്ച് വന്നത് കൊണ്ട് അൽഹംദുലില്ലാ മനോഹരമായൊരു ജീവിതപ്പുണ്ട് അല്ലേ? രണ്ട് കൈയും കൊട്ടുമ്പോൾ ഒരു കയ്യെ വീശിക്കോട്ടെ, നമ്മുടെ കയ്യിനെ നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പിടിച്ചു വെക്കുക. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കഞ്ഞിയിൽ പാറ്റിടാലെണ്ണയാളെ അല്ലേ? നിങ്ങളൊക്കെ കൂടി നല്ല ഇണകളായാൽ പിന്നെ എനിക്ക് കേസ് വരുമോ? എൻ്റെ ക്ലിനിക്ക് അടച്ചു പൂട്ടേണ്ടി വരൂലേ? ഇല്ലേ? ക്ലിനിക്ക് കടച്ചു പൂട്ടി ഇനി വരുമാനമൊന്നുമില്ലാതെ ഞാനങ്ങ് പട്ടിണി കിടന്നാലും വേണ്ടിയില്ല. മസ്കൻ, അത് മസ്കനായിക്കൊണ്ട് തന്നെ നിലനിർത്തുന്ന സാഹചര്യം ഭൂമിയിൽ എവിടെയും സംജാതമാകുമാറാവട്ടെ. ഇണകൾ പരസ്പരം ഇണങ്ങിച്ചേർന്നുകൊണ്ട് പിണക്കങ്ങൾ ഉണ്ടാവും. ആ പിണക്കങ്ങളെ എത്രയും വേഗം സലാം പറഞ്ഞുകൊണ്ട്, അല്ലാണ്ട് റസൂൽ പറയാണ് സലാം, അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് അല്ലാണ്ട് ഹബീബ് പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വാസികളാവാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, നിങ്ങൾ വിശ്വാസികളാവാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾ വിശ്വാസികളുമാവുകയില്ല. കൂടെ ഹബീബ് പറയാം, നിങ്ങൾക്ക് ഞാനൊരു സൂത്രം പറഞ്ഞു തരാം, വിശ്വാസികളാവുകാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു സൂത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ പരസ്പരം സലാം വർദ്ധിപ്പിക്കുക, നിങ്ങൾ പരസ്പരം സലാം വർദ്ധിപ്പിക്കുക. ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് ആദ്യം പറയുക ഇല്ലേ? അടുക്കളയ്ക്ക് രാവിലെ കയറി ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് കയറി ചെല്ലുക. കാരണം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്ന ഇടം അടുക്കളയാണ്. അടുക്കളയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അല്ലാതെ പലസ്തീനും ഇസ്രായേലിലൊന്നും അല്ല. അതിനേക്കാ വലിയ പ്രശ്നമാണ് അടുക്കളയിലുള്ളത് ഇല്ലേ? തീയിനേക്കാളും ചൂട് നൽകുന്ന, അതിനുള്ളിൽ പുകയുന്ന ആ തീയുണ്ടല്ലോ, അതിനേക്കാളും ചൂടാണ് പലപ്പോഴും അതിനുള്ളിൽ ജീവിക്കുന്ന സ്ത്രീകളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നത്. ആ തീയിനെ മഴയുടെ തുള്ളികളായി പെയ്തുകൊണ്ട്, മഞ്ഞ് പോലെ അതിലേക്ക് പെയ്തുകൊണ്ട് ആ കനലിനെ എങ്ങ് എരിച്ച് കളയാൻ സാധിക്കും. അസ്സലാമു അലൈക്കും എന്ന വാക്കിന് സമാധാനത്തെ ആശംസിക്കുകയാണ്. തലേ ദിവസം എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, തലേ ദിവസം ചിലപ്പം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അമ്മായിയുമ്മേ മരുമോളുമാണ്, അല്ലെങ്കിൽ നാത്തൂനുമാണ്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ സംസാരങ്ങളിലാവാം, ചില പ്രവൃത്തികളിലാവാം, ചില തെറ്റിദ്ധാരണകളിലൂടെയാവാം, ചില വാക്കുകളിലൂടെയാവാം. എന്തൊക്കെ തന്നെയാണെങ്കിലും പിറ്റേ ദിവസത്തെ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന വാക്കിലൂടെ അവിടെ ഇണങ്ങിച്ചേരുകയാണ്. അവർ പഴയ രൂപത്തിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. സലാം വർദ്ധിപ്പിക്കാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ കാണുന്ന അവസരങ്ങളിൽ എത്ര പിണക്കമുള്ളവരായിക്കോട്ടെ, എത്രയേറെ നമ്മളെ കഷ്ടപ്പെടുത്തിയവരായിക്കോട്ടെ, ഇന്ന് തന്നെ ചെന്ന് ഒന്ന് ചേർത്ത് പിടിക്കുക, സലാം പറഞ്ഞ് ആ കറയെ മായ്ച്ചു കളയുക, പ്രാർത്ഥന സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുമ്പോൾ ആ മസ്കനിനെ ആദ്യത്തെ പടിയിലേക്ക് വീണ്ടും വരാം. ഇണകളാണ്, സ്വഭാവങ്ങൾ വ്യത്യസ്തരാണ്. സങ്കടം വരുമ്പോൾ സ്ത്രീ സങ്കടമാണ് ആദ്യം പ്രകടിപ്പിക്കുന്നതെങ്കിൽ പുരുഷൻ ദേഷ്യമാണ് പ്രകടിപ്പിക്കുക. വിഷമം നിറഞ്ഞ സന്ദർഭങ്ങളിൽ ആണുങ്ങൾ എന്താ ചെയ്യുക? ആണുങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുക അല്ലേ? പക്ഷെ നമ്മൾ പെണ്ണുങ്ങളോ ആ വിഷമുള്ള കാര്യം ഒരു 4-5 ആൾക്കാരോട് നമുക്കങ്ങ് പറയണം അല്ലേ? ആര് മെറ്റോള് സങ്കടം പറഞ്ഞ പോലെ മുമ്പിലും ബാക്കിലും സൈഡിലൊക്കെ ഉള്ള മരക്കളെ വിളിച്ചിരുത്തിയോളം സങ്കടം പറഞ്ഞില്ലേ? അത് പെണ്ണുങ്ങളുടെ സ്വതചിത്തമായൊരു സ്വഭാവ. നമ്മൾ ഓർക്കണം,
നമുക്കൊരു 4 ആൾക്കാരോട് പറഞ്ഞാലേ സമാധാനം കിട്ടുള്ളൂ. നോട്ടീസ് അടിച്ചിറക്കാനുള്ള അവസരം കിട്ടിയ റാഹത്തായില്ലേ. വല്ലാത്തൊരു സമാധാനം. ഇപ്പം എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നറിയും. കാരണം എന്തേ, ആരോടും പറയേണ്ട ട്രബിളേ എന്നും പറഞ്ഞൊരു 10 ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടാവും. പോരെ, ആരോടും പറയണ്ടെന്ന് പറഞ്ഞ് 10 ആൾക്കാരോടാണ് പറഞ്ഞത്. ഈ 10 ആൾക്കാരും സ്ത്രീകളല്ലേ, ഈ 10 പേരും പെണ്ണുങ്ങളല്ലേ. എത്രയേറെ പവർ നൽകപ്പെട്ടവളാണെന്നറിയോ സ്ത്രീ. മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന വലിയ ഒരു കഴിവ് സ്ത്രീക്ക് മാത്രം നൽകിയത്. ഒരേ സമയം ഒരുപാട് പ്രവൃത്തികൾ ചെയ്യാനുള്ള കഴിവ്. ഒരേ സമയം ഒരുപാട് പ്രവൃത്തികൾ നമ്മൾ ചെയ്യാറുണ്ട്. അതോടൊപ്പം കുഞ്ഞു കുഞ്ഞു ചില ചാബല്യങ്ങളും അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. ആണിനോട് പറഞ്ഞില്ലേ, നിന്റെ വാരിയെല്ലുകളിൽ നിന്നും ഏറ്റവും വളഞ്ഞ വാരിയെല്ല്, ഏറ്റവും ആദ്യത്തെ വാരിയെല്ല് അഥവാ ഏറ്റവും വളഞ്ഞ വാരിയെല്ല്, അതുകൊണ്ടാണ് നിന്റെ ഇണയെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് വല്ലാതെ നീർത്താൻ നോക്കരുതിട്ടാ. വാരിയെല്ല്, വളഞ്ഞ വാരിയെല്ല് നീർത്താൻ നോക്കിയാൽ എന്താ സംഭവിക്കുക? അത് പൊട്ടിപ്പോവും. അതിന് അതിൻ്റെതായ ഒരു വളവുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ അതിനെ വിളവ് എന്നും പറയും. വിളവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഓള് വിളഞ്ഞ വിത്താന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല നിങ്ങള്? കൗശലക്കാരി എന്നർത്ഥം. അത് വളവാണോ വിളവാണോ എന്നുള്ളത് നിങ്ങളുടെ ഉചിതത്തിനനുസരിച്ച് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ സ്വതന്ത്ര ചിത്തമായ ഒരു വളവോട് കൂടിയിട്ട് പ്രകൃതിപരമായി സൃഷ്ടിക്കപ്പെട്ടവളാണ് സ്ത്രീ. ആ വളവ് മുഴുവനും അങ്ങ് നീർത്തിയിട്ട് ജിൻ്റൊപ്പം ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ കാര്യം നടക്കൂല. കാരണം വളവ് നീരുവോ? ആ വളവ് പൂർണ്ണമായും നീരാനുള്ളതല്ല. അത് നീർത്താൻ നോക്കിയാൽ പൊട്ടുട്ടോന്നൊരു സൂചന ആണുങ്ങൾക്കും കൊടുക്കണം ഇല്ലേ. വളവ് പൂർണ്ണമായും നീർത്താൻ ശ്രമിക്കരുത്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി മറ്റൊരു ഭാര്യ സ്നേഹത്തോടെ കൊണ്ടു കൊടുക്കുകയാണ് പായസം. പ്രിയപ്പെട്ടവളെ ഹബീബിന് കുടിക്കാൻ വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു ഭാര്യയുടെ കൂട്ടുകാരി പായസം, അവൾ ഉണ്ടാക്കിയ പായസവുമായി വരുന്നത്. ഇത് കാണുമ്പോൾ സ്വാഭാവികമായും സാധാരണ ഒരു സ്ത്രീയുടെ ഉള്ളിൽ ഉണ്ടാവുന്ന വികാരം തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മയായ ബീവി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിലും ഉണ്ടായത്. ആ പളുങ്ക് പാത്രം തട്ടിത്തെറിപ്പിക്കുകയാണ്. ആ പളുങ്ക് പാത്രം, പായസം കൊണ്ടുവന്ന പാത്രം നിലത്ത് കിടന്ന് പൊട്ടിച്ചിതറുമ്പോഴും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ്? തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ചിന്നി ചിതറിയ ഓരോ കഷണങ്ങളും എടുത്ത് ആ നിലം വൃത്തിയാക്കുകയാണ്. അതിൻ്റെ കൂടെ പായസം കൊണ്ടുവന്ന ആ കുട്ടിയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഉമ്മ ഇങ്ങനെയല്ല കേട്ടോ, നിങ്ങളുടെ ഉമ്മ ഇങ്ങനെയല്ല. അവൾക്ക് എന്തോ സംഭവിച്ചതാണ്. ആ ഒരൊറ്റ വാക്ക് മതിയില്ലേ. എടീജ ഇങ്ങനെയൊന്നും അല്ലല്ലോടി, എനിക്കിപ്പോൾ എന്തേ പറ്റി എന്നുള്ളൊരു വാക്ക് മതി, നമ്മൾ കൂളായിക്കോളും. ഇതെന്താ പറയാ, അല്ലെങ്കിലും ഇജ അങ്ങനെ തന്നെയാ അല്ലേ, വന്നന്ന് മുതലേ ഇജ അങ്ങനെ തന്നെയല്ലേ. അതും കൂടെ കേൾക്കുമ്പോൾ എന്താവും, ഈ അവസ്ഥ കുറച്ചും കൂടി ഈ കനല് തീയായി അങ്ങോട്ട് കത്താൻ തുടങ്ങും. അതാണ് സംഭവിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം, ഒരൊറ്റ വാക്ക് മതി. ഒരൊറ്റ വാക്ക് കൊണ്ട് വലിയ വലിയ കോലാഹലങ്ങളെയും പ്രശ്നങ്ങളെയും നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ മഹത്തമായ ഏറ്റവും മഹനീയമായ ഉദാഹരണങ്ങളാണ്, പാഠങ്ങളാണ്, മാതൃകയാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുൻപിൽ കാണിച്ചു തരുന്നത്. അത്തരം അവസരത്തിൽ ആ വളവ് നീർത്താനല്ല ഹബീബ് നോക്കിയത്. ഹബീബിനറിയാം അവൾ വളവോട് കൂടി സൃഷ്ടിക്കപ്പെട്ടവളാണ്. അത് അവളുടെ സ്വഭാവങ്ങളിൽ പെട്ട ഒന്നാണ്. അവിടെ ആ വളവ് നീർത്താൻ ഞാൻ ശ്രമിച്ചാൽ, വഴക്ക് പറഞ്ഞുകൊണ്ട് ചീത്ത പറഞ്ഞുകൊണ്ട് ആ വളവങ്ങ് നേരാക്കാൻ നോക്കിയാൽ പൊട്ടിപ്പോവുകയേ ചെയ്യുകയുള്ളൂ, ബന്ധം മുറിഞ്ഞു പോവുകയേ ചെയ്യുകയുള്ളൂ. എത്ര മനോഹരമായ രീതിയിൽ, എത്ര സൈക്കോളജിക്കലിയാണ് അവിടെ കൈകാര്യം ചെയ്തത് നോക്കൂ. ആ മാതൃകയെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നാം കൊണ്ടുവരുമ്പോൾ, ഒരിക്കലും ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, ഹബീബേ അങ്ങേക്ക് എന്നോടുള്ള സ്നേഹം എങ്ങനെയാണ് എന്ന്. അങ്ങേക്ക് എന്നോടുള്ള സ്നേഹം എങ്ങനെയാണ്? റസൂൽ പറയാണ്, പിരിക്കപ്പെട്ട കയറ് പോലെയാണ് കേട്ടോ എനിക്ക് എന്നോടുള്ള സ്നേഹം. പിരിക്കപ്പെട്ട കയറ് എത്ര ആളുകൾ വിചാരിച്ചാലും ആ കയറിൻ്റെ പിരിയുടക്കാൻ സാധിക്കുകയില്ല. അത്രയേറെ സ്നേഹമാണ് പ്രിയപ്പെട്ടവളെ എനിക്ക് എന്നോട് എന്ന് മുഖത്ത് നോക്കി പ്രകടിപ്പിക്കുക. ബീവിക്ക് സന്തോഷം വരികയാണ്. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു, അല്ലയോ ഹബീബ്, ആ കയറിൻ്റെ അവസ്ഥ ഇപ്പം എന്താണ് എന്ന്.
ഇന്ന് പുറേ പോയിട്ട് എല്ലാവരും ഒന്ന് ചോദിച്ചു നോക്ക്, അല്ല കാക്കേ മറ്റേ ആ കയറിൻ്റെ അവസ്ഥ എന്താണത്? ഏത് കയറ്? പോത്തിനെ കെട്ടി കയറോ നോക്കൂലേ ഇല്ലേ? എന്തുകൊണ്ടാ? ഇടയ്ക്കൊന്ന് ചോദിക്കുക, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടം ഉള്ളത് എങ്ങനെ ഉണ്ട് എന്നല്ല, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോന്ന്, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോന്ന് ഇടയ്ക്കൊന്ന് കണ്ണിലേക്ക് നോക്കിയിരിക്കുക. അപ്പൊ കാണും കണ്ണിൽ എത്ര കൃഷ്ണമണി ഉണ്ട്, കണ്ണിന്റെ പിരികൊക്കെ നരച്ചു തുടങ്ങിയിട്ടുണ്ടോ, കണ്ണട വെച്ചിട്ടുണ്ടോന്ന് ഇല്ലേ? അത്തരം ചില കാര്യങ്ങൾ പോലും മനസ്സിലാക്കാത്ത ഇണകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, എവിടെ മവദ്ദത്ത്, എവിടെ റഹ്മത്ത്, എവിടെയാണ് ആ വീട് നൽകുന്ന സമാധാനം, എവിടെയാണ് ഇണകൾ പരസ്പരം സമ്മാനിക്കുന്ന സംതൃപ്തി? അത് ഇല്ല എങ്കിൽ അവിടെ അവസാനിക്കുകയാണ്.